നമസ്കാരം. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അതിഥികളായി എത്തുമ്പോൾ നമുക്ക് വലിയ ആമുഖത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഷസാം, വെൽക്കം ടു ദ ഷോ മാൻ. താങ്ക് യു സോ മച്ച്. എന്താ വിശേഷം? എന്ത് വിശേഷം, സുഖമായി പോകുന്നു. ഇങ്ങനെയൊക്കെ എനിക്ക് ഷസാമിനെ ഭയങ്കര ജെന്യുവിൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ പെർസെപ്ഷൻ ആട്ടോ പറയുന്നത്. എനിക്കത് തോന്നിയത് കാരണം എപ്പോഴും ഷസാമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ യൂട്യൂബിലേക്ക് വരുമ്പോഴത്തേക്കും യൂട്യൂബറൊക്കെ ആകുമ്പോൾ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഷ അതിൽ ഭയങ്കര കോൺഷ്യസ് ആവും. പക്ഷേ ഷസാമിന് ഞാൻ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് കണ്ടിട്ടേ ഇല്ല. ഞാൻ പഠിച്ചിട്ട് വേണ്ടത്. അപ്പോൾ എനിക്ക് സ്ലാങ് ദിസ് ഈസ് ഇൻ മൈ ബ്ലഡ്, ഇനി അങ്ങോട്ട് മരിക്കുന്നവരെ. അപ്പോൾ ഞാൻ പണ്ട് അത് കഴിഞ്ഞ് ഞാൻ കൊച്ചി വരുന്ന സമയത്ത് രാജഗിരി എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. ഞാൻ അതൊക്കെ പറയുമ്പോൾ അവർ ഇങ്ങനെ എന്താണ് എന്ന് പറയുമ്പോൾ അതിനുശേഷം ഞാൻ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് മാറി. അതായത് ഈ നമ്മളെ മലയാളികളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഓരോ ഇതുണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന ഭാഷയുടെ ആക്സെൻറ്റ് എടുക്കാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെ ഫേക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളം സ്ലാങ്ങോ അല്ലെങ്കിൽ ഒരു നമ്മളെ ഓയും അതൊന്നും വരാതെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സംസാരിക്കും. അതായത് ഒരു സാധനം മനസ്സിൽ പറഞ്ഞ് സംസാരിക്കുന്നൊരു പോയിൻ്റാണ്. പിന്നെ ദുബായിൽ വന്നതിന് ശേഷം പിന്നെ അതങ്ങ് പോയി. പിന്നെ പീപ്പിൾ ഡസൻ കെയർ. നീ ട്രിവാൻഡ്രം കാരനാണെന്ന് ചോദിച്ചാൽ അതെന്ന് പറയും. പിന്നെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ദ ഹോൾ പോയിന്റ് ഇസ് ദാറ്റ് ഐ ഷുഡ് ബി മൈ സെൽഫ്. ഞാൻ പറയും എനിക്ക് അങ്ങനെ അതാണ് യൂട്യൂബ് തരുന്ന ഒരു പവർ. അവിടെ നമ്മൾ വേറൊരു പേഴ്സോണ വേണമെങ്കിൽ ഉണ്ടാക്കാം, ദാറ്റ് ഇസ് അപ് ടു ദ ക്രിയേറ്റർ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഇസ് ഹു ഐ ആം ആൻഡ് ഐ ഷുഡ് അത് കാണിക്കുക ഓഡിയൻസിൻ്റെ അടുത്ത്. അങ്ങനെ ചെയ്തു തുടങ്ങി ആൻഡ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ്. ആൾക്കാർ ചിലവരൊക്കെ വന്ന് ചൊറിയും, അത് വേറെ നിർത്തിയിട്ടവന്മാരാണ്. ഈ വന്നിരുന്നിട്ട് നിൻ്റെ സ്ലാങ് തറ സ്ലാങ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് അവർ അങ്ങനെ പറയുമ്പോൾ അവർ ഒരു വലിയൊരു ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇതിനെ തന്നെയാണ് അവർ കളിയാക്കുന്നത്. ലൈക്ക് നമ്മൾ അവിടെ കേരളത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയെ പറ്റി സംസാരിച്ച് കളിയാക്കുന്നത് ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയണതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കൊടുക്കും. എൻ്റെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉള്ള കമൻറ്റ് ഇടുന്നത് ഞാൻ കൊടുക്കും. അല്ല, അത് ഇപ്പം നമ്മൾ സുരാജ് വെഞ്ഞാറമ്മൂടെ ഒരു സിനിമ പറഞ്ഞ കണക്ക് എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അപ്പം അതിപ്പം പല ജില്ലകളിൽ പലതും പറയുന്നു, പക്ഷെ അതിനൊന്നും ഒരു കൺസേൺ ഇല്ല. പക്ഷെ ട്രിവാൻഡ്രം ഭാഷയ്ക്ക് ഒരു വല്ലാത്തൊരു കൺസേൺ ആണ് എല്ലാവരും. അതെ, ഇപ്പോൾ ട്രിവാൻഡ്രം അതായത് തന്നെ കോമഡി ആക്കി വെച്ചേക്കാം. അതായത് കോമഡി അല്ല, ദിസ് ഇസ് വേ വി ടോക്ക്. അപ്പോൾ എല്ലാവർക്കും അവരേതായതുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുപ്പീരിയർ എന്നുള്ള ഒരു ഇത് വരും. ഏത് ലാംഗ്വേജ് ആണ്, ഏത് ആക്സെൻ്റ് ആണ് സുപ്പീരിയർ എന്നുള്ള ഇത് വരും. അപ്പോൾ നമ്മൾ അതിലോട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ജനിച്ച അന്നോട്ട് അത് പഠിപ്പിക്കണവർ ഇല്ലേ. അതായത് ഇപ്പോൾ ഈ പ്രോപ്പർ മലയാളം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചില്ല, പ്രോപ്പറായ മലയാളം എന്തുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചില്ല. അതായത് ഇപ്പം നമ്മളിങ്ങനെ നമ്മളുടെ തിരുവനന്തപുരം സ്ലാങ് വരുന്നെങ്കിൽ ടീച്ചർമാർ പറഞ്ഞു തരണ്ടേ ഇറ്റ് ഈസ് റോങ് എന്ന്. അവിടെ നിന്ന് ഒന്നും പറയുന്നില്ലല്ലോ. അത് ഒരു സ്ഥലത്തും പറയില്ല. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു, ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷ്, അത് കറക്റ്റ് ഇംഗ്ലീഷ് പഠിക്കുക. പിന്നെ ചിലവർ ആക്സെന്റ് ആക്കാൻ വേണ്ടിയിട്ടും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതായത് പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് പറയുന്നത്. ചിലവർ UK പോകുമ്പം അതങ്ങ് അഡാപ്റ്റ് ആവും. ദാറ്റ്സ് ഓൾ. നമ്മളെല്ലാവരും അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു അസ്. നമ്മൾ ഇപ്പോൾ ദീപിക പടിക്കോൺ എന്ന് പറയുന്ന നടി എന്ത് മനോഹരമായിട്ടാണ് പുള്ളിക്കാരിയുടെ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളിൽ ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഷീ ഡസൻ ഫേക്ക് ഇറ്റ്. ഭയങ്കര ഹാഷ് പോഷ് ഇംഗ്ലീഷ് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. സോ ദാറ്റ്സ് സംതിങ് വിച്ച് ഐ റെസ്പെക്ട്. ഇപ്പോൾ ദീപിക ആണെങ്കിലും അങ്ങനെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഫീൽ ദാറ്റ്സ് ജെന്യുവിൻ. നമ്മളത് ഓസ്കാർ വേദിയിൽ കണ്ടതുമാണ്. എക്സാക്ട്ലി. അപ്പം ചില ആൾക്കാർക്ക് അത് പറ്റും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറ് അങ്ങനെ ഒരു ആക്സെന്റ് എടുക്കുന്നത് എന്തിനാണെന്ന്. വൈ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഹൂ യു ആർ. ദാറ്റ്സ് ഓൾ ഐ ഫീൽ. ഷസാമ ഈ ഒരു യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഇമോഷണൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായ ഒരു മാറ്റം, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് തോന്നിയിട്ടുണ്ടോ? വി ക്രിയേറ്റ് സ്റ്റഫ്, വി ആർ ക്രിയേറ്റേഴ്സ്. നമ്മൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചിരിപ്പിക്കുന്നു എന്നല്ല, വി ആർ ട്രൈങ് ടു മേക്ക് ദം ലാഫ്. അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് എനിക്കതാണ് സത്യം പറഞ്ഞാൽ ദാറ്റ്സ് സംതിങ് വിച്ച് ഐ കൺസിഡർ. എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് ആൾക്കാർ വന്ന് പറയും ബ്രോ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ബ്രോൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് മതി. അത് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ തന്നെ പറയാം, ഇപ്പോൾ ചിലവർ വന്നിട്ട് പറയും ഇതിൻ്റെ കോണ്ടന്റ് ക്രിഞ്ചാണ്. ഐ ആം ക്രിഞ്ച്. ഇപ്പം എനിക്ക് ക്രിഞ്ചായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്.
അതാ പറഞ്ഞത് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ ഒരു ചെറിയ ആൾക്കാർക്ക് നമ്മളൊരു എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു ഡിഫറൻസ് കൊടുക്കാൻ പറ്റിയ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറയും നമ്മൾ ഫോർ മീ ഇപ്പം ഞാനിപ്പം പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ എന്നായിരിക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ദാറ്റ്സ് സംതിങ് വിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സൺ എന്നല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ ബിൽഡ് ചെയ്യുന്നത്. ഒരിക്കലും യൂട്യൂബിൽ നിന്നുള്ള രീതിയിൽ നിന്ന് അല്ലെങ്കിൽ അവങ്ങനെ ആയി എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഐ എം ജസ്റ്റ് സർവൈവിങ് ലൈക്ക് എനി അതർ പേഴ്സൺ. ബാക്കിയുള്ളവർ നമ്മളിപ്പോൾ ഒരു പണിക്ക് പോകുന്നത് പോലെ തന്നെ അത് സർവൈവ് ചെയ്യുന്നു, ഇത് നമ്മളേതായ രീതിയിൽ സർവൈവ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ വാക്കുകൾ ഇപ്പം പറഞ്ഞില്ല ക്രിഞ്ച്, ക്ലീഷേ, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എല്ലാത്തിനും ഇപ്പോൾ മാറ്റമുണ്ടല്ലോ. ഇപ്പം ടെറിഫിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല വാക്കുകളും നമുക്ക് പല രീതിയിൽ ഇപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് അങ്ങനെയല്ല. നമുക്കിപ്പം എനിക്ക് എക്സാമ്പിളും പെട്ടെന്ന് വരുന്നില്ല. ഇപ്പം ദർ ആർ ഹെൽ ലോട്ട് ഓഫ് വേർഡ്സ്. ഇപ്പം നമുക്കിപ്പം നെഗറ്റീവ് എന്നും പറയാതെ ആ സെയിം വേർഡിനെ പോസിറ്റീവായിട്ടും നമുക്ക് കാണാൻ പറ്റും. കൺഫ്യൂഷൻ അല്ല. ഇപ്പം ക്രിഞ്ച് എന്ന് പറയുന്ന ഡയലോഗ് ഇപ്പോൾ എല്ലാം പറയും. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നത് ഒരിക്കലും അല്ല. ക്രിഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഫീലിംഗ് ആണ്. ലൈക്ക് വെൻ യു സീ സംതിങ് ആൻഡ് യു ഫെൽറ്റ് ലൈക്ക് ഇങ്ങനെ ചില പടങ്ങളുണ്ട്, ചില സീനുകൾ വരുമ്പോൾ തന്നെ ആ സീൻ ഇപ്പോൾ വരും. ഇപ്പം ഒരാൾ മരിക്കുന്ന സീനായിരിക്കുക, അപ്പം പാവം മരിക്കും, അത് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതൊരു ടൈപ്പ് ഓഫ് ക്രിഞ്ചാണ്. അതേപോലെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ, ചില സാധനം നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അതേപോലെ ക്ലീഷേ എന്ന് പറയുന്നത്, ക്ലീഷേ അതും ഞാൻ പറയും, ക്ലീഷേ എന്ന് പറഞ്ഞൊരു പുതിയ വേർഡല്ല. നമ്മൾ കണ്ടു പഴകിയ സാധനം പിന്നെയും വരുമ്പോൾ നമ്മൾ പറയുക ഇത് ക്ലീഷേ ആയിട്ടുള്ളൊരു സാധനമുള്ള, നമ്മൾ കേട്ട് പഴകിയ അഡ്വൈസുകൾ എല്ലാം ക്ലീഷയാണ്. സോ ഐ തിങ്ക് ഈ അർബൻ ഡിക്ഷണറി എന്ന് പറയുന്ന സാധനം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ന്യൂ തിങ്, ഇറ്റ് വാസ് ദെയർ. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഇന്റർനെറ്റ് ഓപ്പൺ ആയപ്പോഴാണ് ഈ വേർഡ്സും കാര്യങ്ങളൊക്കെ. പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ല. നമ്മളൊക്കെ മറ്റേ ദൂരദർശനും, ഞാനൊക്കെ ആ കാലം കേട്ടോ, എനിക്കൊക്കെ ആ ഒരു ജനറേഷൻ ദൂരദർശനമൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊക്കെ എന്താണ് എല്ലാം സിമ്പിളായിരുന്നു. ലൈഫ് വാസ് വെരി സിമ്പിൾ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഏതെങ്കിലും ട്രാവൽ ചെയ്ത ചേട്ടന്മാരായിരിക്കും ചില ബ്രാൻഡ്സിനെ പറ്റി പറഞ്ഞത്, ചില കാറിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കാനൊക്കെ ഭയങ്കര, ഇപ്പം ആർക്കും അത് വേണ്ട, ഒന്ന് ടൈപ്പ് ചെയ്താൽ അവർക്ക് വരും. അതെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ദൂരദർശനിലെ എല്ലാ പ്രോഗ്രാംസ് നമുക്ക് ബൈ ഹാർട്ടാ. അതെ, ഏത് ദിവസം ഏതാണ്. ഇപ്പൊ ബുധനാഴ്ച ചിത്രഹാർ ഉണ്ടെന്ന് നമുക്കറിയാം, ഞായറാഴ്ച ചിത്രഗീതം, വെള്ളിയാഴ്ച ചിത്രഗീതം വരുന്നു, പ്രതികരണം എന്നൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ബൈ ഹാർട്ടായിരുന്നു. ഈവൻ ഹിന്ദി നാഷണൽ ന്യൂസ് വായിക്കുന്ന ആൾക്കാരുടെ പേര് വരെ നമുക്ക്, അതൊരു വല്ലാത്ത കാലഘട്ടം. ബിക്കോസ് എവറിത്തിങ് വാസ് സിമ്പിൾ. നമുക്ക് ആ ഒരു എക്സ്പോഷർ ഇല്ല. We didn't had any kind of exposure. Right now the world has completely changed. അത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ആൻഡ് അവർ പറയുന്നത് എനിക്കിതിനെപ്പറ്റി അറിയില്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ എക്സ്ക്യൂസ്. മമ്മൂക്കായൊക്കെ എനിക്ക് അങ്ങനെ ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ബിക്കോസ് ഹീ ഈസ് സമൺ ഹൂ ലേൺസ്. ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും പഠിക്കുക, പുതിയ ടെക് വന്ന, പുതിയ കാറ് വന്ന, എന്തും ഹീ ഈസ് വെരി ക്യൂരിയസ്. യു ഹാവ് ടു ഹാവ് ദാറ്റ് ക്യൂരിയസ്നെസ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. അദ്ദേഹത്തിന് പിന്നെ എല്ലാ മേഖലകളും, അഭിനയത്തിനായിട്ട് എല്ലാ മേഖലകളിലും ഒരു കൊച്ചു കുട്ടി. ഞാൻ ഫാസിനേറ്റഡ് ആണ്. ബിക്കോസ് ഇപ്പോഴത്തെ രീതിയിൽ പുള്ളിയുടെ ഒരു ഫിലിമോഗ്രഫി, നെഗറ്റീവ് റോളെങ്കിൽ നെഗറ്റീവ് റോൾ, വാട്ട് എവർ, ഹീ ഈസ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇപ്പോൾ നമ്മൾ ഹോളിവുഡിൽ ഇപ്പോൾ ലിയനാർഡോ ഡിക്കാപ്രിയോനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ട്. അതായത് ദേ ഡോണ്ട് ലുക്ക് ഇൻ ദ മണി ഓർ എൻ്റെ ഗുഡ് വിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റേ സ്റ്റാർഡം, അതല്ല അവർക്ക് കിട്ടുന്ന എന്ത് ക്യാരക്ടർ എന്നാണ്. ഇപ്പം മറ്റേ മാർട്ടിൻ സ്കോർസേസിയുടെ പുതിയ പടത്തിൽ ഹീസ് എ വില്ലൻ ക്യാരക്ടർ. പുള്ളിക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഹീസ് ലിയനാർഡോ ഡിക്കാപ്രിയോ. ബട്ട് അവരാ ചലഞ്ച് ചെയ്യുന്നതിലാണ് എനിക്ക്. അപ്പോൾ ആ ഒരു സാധനം എല്ലാവരും അഡാപ്റ്റ് ചെയ്ത്, ഇറ്റ് വിൽ ബി നൈസ്.